ശ്രീഹരേ നമഃ. ശ്രീമദ് നാരായണീയം 11ാമത്തെ ദശകം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 11ലെ 3 ശ്ലോകങ്ങൾ കഴിഞ്ഞു. എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം, പുതിയ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇന്ന് 4ാമത്തെ ശ്ലോകം തൊട്ടാണ് പഠിക്കേണ്ടത്. 4ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. വൈകുണ്ഠലോകാനുജിത പ്രജേഷ്ടോ കഷ്ടോ യുവാം ദൈത്യഗതിം ഭജേദം ഇതി പ്രശബ്ദോ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിന്നോ സ്ഥിതി നേമദുസ്താൻ. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ വൈകുണ്ഠ ലോക അനുജിത പ്രജേഷ്ടോ കഷ്ടോ യുവാം ദൈത്യഗതിം ഭജേദം ഇതി പ്രശബ്ദൗ ഭവദ ആശ്രയൗ തൗ ഹരിസ്മൃതി നഃ തു ഇതി നേമതു താൻ. താൻ നേമതു. അപ്പം നേമതു പ്ലസ് താൻ. നേമതു അല്ല, നേമതു പ്ലസ് താൻ. താൻ എന്ന് വരും. ഹരേ കൃഷ്ണ. അന്വയപ്രകാരം അർത്ഥം നോക്കുമ്പോൾ വൈകുണ്ഠ ലോക അനുജിത പ്രജേഷ്ടോ നമ്മൾ ഷ്ടൗ ഔ ഔ ശബ്ദം വന്നിരിക്കുന്നത് 2 പേര് ജയവിജയന്മാരുടെ കാര്യം അത് പറഞ്ഞുകൊണ്ടാണ് ഈ ഔ എന്നുള്ള ശബ്ദത്തിൽ എല്ലാം പറയണത്. അപ്പോൾ വൈകുണ്ഠലോകത്തിന് ഉചിതമല്ലാത്ത അനുചിതം, വൈകുണ്ഠലോക അനുചിത പ്രജേഷ്ടമാണ് ഉചിതമല്ലാത്ത പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് ജയവിജയന്മാർ എന്ന്. കഷ്ടോ അതുകൊണ്ട് കഷ്ടോ യുവാം അവർ കഷ്ടം വരുത്തിയവരായ നിങ്ങൾക്ക് ദൈത്യഗതിയും ഭജ നിങ്ങൾ അസുരഗതിയെ പ്രാപിക്കട്ടെ, ദൈത്യഗതിയെ ഭജിക്കുവിൻ പറഞ്ഞാൽ നിങ്ങൾ അസുരന്മാരായി ജനിക്കട്ടെ. ഇതി പ്രശബ്ദോ ഇതാണ് അവർ സനകാദികളെ ശാപം കൊടുത്തത് അവർക്ക്. ഭവദാശ്രയോത്തോ നിന്ദ്രവടിയുടെ ആശ്രിതരായ 2 പേർ, അതായത് ഭഗവാന്റെ ആശ്രിതന്മാരാണ് ജയവിജയന്മാർ, ദ്വാരപാലകന്മാരാണ്. അവര് നഹ് ഹരിസ്മൃതി അസ്തു. നഹ് പറഞ്ഞ ഇവിടെ ഞങ്ങൾ എന്നാണ് അർത്ഥം. ഹരിസ്മൃതി നഹ് എന്ന് പറഞ്ഞിട്ട് നോ എന്നൊരു വാക്കുണ്ട്, അത് നഹ് എന്നുള്ള എൻ്റെയാണ്. നഹ് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്നർത്ഥം. ഞങ്ങൾ ഏത് അസുരജന്മം എടുത്താലും ഞങ്ങൾക്ക് ഹരിസ്മൃതി ഭഗവാന്റെ വിഷ്ണുവിൻ്റെ സ്മൃതി അല്ലെങ്കിൽ സ്മരണ ഉണ്ടാകണം എന്ന് മാത്രമാണ് അവർ ചോദിച്ചത്, അല്ലാണ്ട് ശാപമോക്ഷം അവർ ചോദിച്ചില്ല. ഞങ്ങൾക്ക് ഹരിസ്മൃതി ഭവിക്കട്ടെ എന്ന്. അപ്പോൾ ഇവിടെ നാ പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം. ഇവിടെ നാ പറഞ്ഞ് വിസർഗം വന്ന എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾക്ക് ഭഗവാന്റെ സ്മൃതി ഓർമ്മയുണ്ടാകണം ഏത് ജന്മത്തിലും എന്ന് താൻ നേമതു അവരെ. എന്നിട്ട് അത് ചോദിച്ചിട്ട് അവരെ നേമതു പറഞ്ഞാൽ അവരെ നമസ്കരിച്ചു. സനകാദികളെ നമസ്കരിക്കുകയാണ് അവർ ജയവിജയന്മാർ ചെയ്തത്. അതായത് വൈകുണ്ഠലോകത്തിന് ഉചിതമല്ലാത്ത പ്രവൃത്തി ജയവിജയന്മാർ ചെയ്തതുകൊണ്ട് സനകാദികളുടെ പക്ഷം അതാണ്. അവർ ആ അഭിപ്രായം ശരിയോ തെറ്റോ ഒന്നും ആലോചിച്ചില്ല. അങ്ങനെ ഭഗവാന്റെ പ്രേരണ കൊണ്ട് തന്നെ അവർക്ക് ശാപം കൊടുക്കുകയാണ്, നിങ്ങൾക്ക് അസുരന്മാരുടെ ജന്മം ഉണ്ടാകട്ടെ എന്ന്. അപ്പോൾ ആ ശാപവാക്കിൽ തന്നെ അനുഗ്രഹമുണ്ട് എന്നാണ് പറയണത്. അതായത് 3 ഭജേദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശത്രുരൂപത്തിലാണെങ്കിലും ഭഗവാനെ ഉപാസിക്കാനുള്ള ആ സന്ദർഭം അവർക്ക് ഉണ്ട്. അതാണ് ഗതിം ഭജേദം എന്ന് പറയുന്നത്. ആ ശാപമേറ്റ ജയവിജയന്മാർ പ്രതിശാപത്തിന് അവർക്ക് വേണമെങ്കിൽ ശക്തരാണ്. പക്ഷെ അവർ തിരിച്ച് ശപിച്ചില്ല, അതിന് തുനിയണില്ല, എന്നാൽ ആ ശാപമോക്ഷം അവർ ചോദിച്ചതുമില്ല. അപ്പോൾ സുഖദുഃഖങ്ങളെയൊക്കെ സമമായി കാണാൻ കഴിവുള്ളവരായിരിക്കുന്നു അവർ വൈകുണ്ഠത്തിൽ നിന്ന് ഇരുന്നിട്ട് എന്നർത്ഥം. അപ്പോൾ ഉള്ളിലുള്ള കക്ഷികൾ ഭഗവാന്റെ ദിവ്യഗ്രഹത്തിൻ്റെ ദ്വാരപാലകന്മാരായിട്ട് അവിടെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അവിടെ ആ 2 പേരും ഭഗവാന്റെ ആശ്രിതന്മാരാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഭഗവാനെ ആശ്രയിക്കുന്നവരായ അവർ വിനയത്തോടെ ഋഷിമാരെ നമസ്കരിച്ചുകൊണ്ട് പറയണം, ഞങ്ങൾക്ക് ഹരിസ്മൃതി അത് ഉണ്ടാവാതിരിക്കരുത്, ഏത് ജന്മത്തിലും ഞങ്ങൾക്ക് അത് ഉണ്ടാവണേ എന്നാണ് അവർ പ്രാർത്ഥിച്ചിട്ട് നമസ്കരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ സ്മൃതി ഉണ്ടെങ്കിൽ ദൈത്യഗതിക്കും ദേവൻ്റെ ഗതിക്ക് ഒരു ഭേദവുമില്ല. ദേവനാണെങ്കിലും അസുരനാണെങ്കിലും അവർക്ക് ഭഗവാന്റെ സ്മൃതി ഉണ്ടെങ്കിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. അതാണ് അവരത് ചോദിച്ച് നമസ്കരിച്ചത്. ഹരേ കൃഷ്ണ. നമുക്ക് 5ാമത്തെ ശ്ലോകം നോക്കാം. തദേദാജ്ഞായ ഭവാനവാപ്തഃ സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷഃ
ഖഗേശ്വരാം സാർപ്പിതചാരുബാഹുർ ആനന്ദയം സ്ഥാനഭിരാമമൂർത്തിയാ. ഹരേ കൃഷ്ണ. തത് ഏതത് ആജ്ഞായ, തദേതദാജ്ഞായ എന്നുള്ളത് പിരിക്കുമ്പോൾ തത് ഏതത് ആജ്ഞായ ഭവാൻ പ്ലസ് അവാപ്തഃ, വാപ്തഃ അല്ലാതെ ഭവാൻ അവാപ്തഃ, ഭവാൻ പ്ലസ് അവാപ്തഃ സഹ ഏവ സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹു ആനന്ദയൻ താൻ അഭിരാമമൂർത്തിയ, ആനന്ദയം താൻ അഭിരാമമൂർത്തിയ. ഭഗവാൻ വരുന്നതാണ് അവിടെ പറയുന്നത്. അംബുജാക്ഷ, ഹേ അംബുജാക്ഷ എന്നാണ് വിളിക്കുന്നത്. താമരയുടെ ഇതിൽ പോലെ മനോഹരമായ നയനങ്ങളുള്ള ആ അംബുജാക്ഷൻ. അവിടുന്ന് ഭവാൻ, അവിടുന്ന് തദ് ഏതത് ആജ്ഞായ, ഈ കാര്യം അറിഞ്ഞിട്ട്, അതായത് ഈ ശാപം എല്ലാം അറിഞ്ഞിട്ട് ആ ഭഗവാൻ ലക്ഷ്മ്യാ സഹ ഏവ, മഹാലക്ഷ്മിയോടുകൂടി തന്നെ ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹു, ഖഗേശ്വരൻ പറഞ്ഞാലാണ് ഗരുഡൻ, ഖഗേശ്വരനായ പക്ഷികളുടെ രാജാവ് ഖഗേശ്വരൻ, ഖഗം പറഞ്ഞ പക്ഷികളെ, പക്ഷിരാജാവായ ഗരുഡൻ്റെ സാർപ്പിത, ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹു, സ അർപ്പിത എന്നർത്ഥം. ആ ഗരുഡൻ്റെ പുറത്ത് തോളിൽ അർപ്പിക്കപ്പെട്ട മനോഹരമായ ബാഹുക്കളോടുകൂടി, ചാരുബാഹു മനോഹരമായ ഭഗവാന്റെ കൈകൾ ആ പക്ഷിരാജാവായ ഗരുഡനിൽ അർപ്പിച്ചിട്ട് താൻ ആനന്ദൻ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട്, തൻ്റെ സനകാദികളെയും തൻ്റെ ആശ്രിതരായ അവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ബഹിഹി, ബഹിഹി പറഞ്ഞ പുറത്തേക്ക്, അതായത് വൈകുണ്ഠത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അവാപ്തഃ ഭഗവാൻ എത്തി എന്നർത്ഥം. ഗരുഡൻ്റെ പുറത്ത് കൈവച്ച് മഹാലക്ഷ്മിയോടുകൂടി ഭഗവാൻ എഴുന്നള്ളുവാണ്. അപ്പം അങ്ങനെ സർവജ്ഞനായ ഭഗവാൻ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഭഗവാന്റെ ഇച്ഛ തന്നെയാണ് അവിടെ നടന്നത്. എന്നാലും പുറത്തു നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് സംഭവങ്ങൾ എന്നായിട്ടും കൂടി അത് ഭഗവാൻ പുറത്തേക്ക് വരികയാണ്. അറിഞ്ഞ ഉടൻ ഭഗവാൻ അവിടേക്ക് വന്നു. ലക്ഷ്മി സമേതനായിട്ട് വന്ന് ഗരുഡൻ്റെ പുറത്ത് എഴുന്നള്ളി ഭഗവാന്റെ വാഹനമായ ആ കൊടിയുടെ അതും സഹചരനും ഖഗേശ്വരമായ ഗരുഡൻ്റെ അകമ്പടിയോടെ ഭഗവാൻ അവരെ മുമർത്ത് എഴുന്നള്ളുകയാണ്. ഭഗവാൻ തൻ്റെ ചാരുബാഹുക്കളിൽ ഒന്ന് ഗരുഡൻ്റെ തോളിൽ വെച്ചുകൊണ്ടാണ് പുറത്തേക്ക് എഴുന്നള്ളിയത് എന്നർത്ഥം. അതിമനോഹരമായിട്ട് ഭഗവാന്റെ ആഗമനം വന്നപ്പോൾ, അത് ഭഗവാൻ വന്നപ്പോൾ സനകാദികളും ജയവിജയന്മാരെയും ആനന്ദിപ്പിച്ചു. ഭഗവാനെ കണ്ടപ്പോൾ ശാപഗ്രസ്തരാണ് ജയവിജയന്മാർ, എന്നാലും അവർ സുരഗതിയാണ് പ്രാപിക്കുന്നത്. എന്നിട്ട് കൂടി അതിനു മുൻപ് അവർക്ക് ഭഗവാന്റെ ആ ദർശനം ഭഗവാൻ കൊടുക്കുകയാണ്. അതാണ് അവരെ ആനന്ദിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി. അതിഥികളായ വന്ന സനകാദികളെ പുറത്തു നിന്ന് സ്വീകരിച്ചു ഭഗവാൻ. എന്നിട്ട് ആപത്തിലകപ്പെട്ട സ്വഭൃത്യരെ ആശ്വസിപ്പിച്ച് അനുഗ്രഹിക്കുക, അതും ഭഗവാന്റെ അനുഗ്രഹമാണ്. അതിഥികളെ സ്വീകരിക്കണം, ഇവരെ ശപിച്ചവരെ സമാശ്വസിപ്പിക്കുകയും വേണം. അന്ന് ആ ഭഗവാന്റെ കാരുണ്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 6ാമത്തെ ശ്ലോകം. പ്രസാദ്യഗീർഭി സ്തുവദോ മുനീന്ദ്രാൻ അനന്യനാഥാവദ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാം ഉപേദമിത്യാതകൃപം നഗാദീഹി. പ്രസാദ്യ ഗീർഭിഃ സ്തുവദഃ മുനീന്ദ്രാൻ അനന്യനാഥൗ പ്ലസ് അധ, നാഥാവത എന്നുള്ളത് അനന്യനാഥൗ പ്ലസ് അധ. ഇവിടെ അധൗ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വാ എന്നുള്ള ശബ്ദം ഔ എന്നുള്ള ശബ്ദത്തിനാണ് കൊടുത്തിരിക്കുന്നത്. വധ എന്നല്ല, അത് അധ എന്നാണ്. അപ്പോൾ നാഥൗ അധ. പാർഷദൗ, ജയവിജയന്മാരെ പറയുന്നതുകൊണ്ടാണ് ഔ എന്നുള്ള ശബ്ദം. പാർഷദൗ തൗ. സംരംഭയോഗേന ഭവൈഹി ത്രിഭിർ മാം ഉപേദ ഇതി ആത്തകൃപം, ഉപേദം പ്ലസ് ഇതി ആത്തകൃപം നഗാദീഹി. ഇത്രയും പദങ്ങൾ, അതായത് പിന്നെ അധ പറഞ്ഞ പിന്നെ അതിനുശേഷം ഭഗവാൻ എഴുന്നള്ളിയതിനു ശേഷം സ്തുവതഃ മുനീന്ദ്രാൻ, ആ മുനീന്ദ്രന്മാരെ സ്തുതിക്കുകയാണ്. സ്തുതിക്കുന്നവരായ മുനീന്ദ്രന്മാരെ, അതായത് സനകാദികൾ ഭഗവാനെ കണ്ടപ്പോൾ സ്തുതിക്കാൻ തുടങ്ങി. ആ മുനീന്ദ്രന്മാരെ ഗീർഭി വാക്കുകളാൽ പ്രസാദ്യ അവരെ സന്തോഷിപ്പിച്ചു മുനിമാരെ. എന്നിട്ട് അനന്യനാഥൗ തൗ പാർഷദൗ,
ഭഗവാൻ മാത്രം ആശ്രമായ മറ്റാരും നാഥനായി ഇല്ലാത്ത തൻ്റെ പാർഷദന്മാരോട് ജയവിജയന്മാരോട് ആത്തകൃപം പറഞ്ഞ സ്വീകരിക്കപ്പെട്ട കാരുണ്യത്തോടെ കൃപയോടെ സംരംഭയോഗേന കോപയോഗം കൊണ്ട്, അതായത് ദേഷ്യം, വിരോധം, ശത്രുഭാവത്തോടെ, ഭഗവാനോടുള്ള ശത്രുഭാവത്തോടെ ത്രിഭി ഭവേ 3 ജന്മം കൊണ്ട് മാമുപേദം നിങ്ങൾ എന്നെ തന്നെ പ്രാപിക്കുക വീണ്ടും എന്ന് നെഗാതി പറഞ്ഞു. അതായത് ശത്രുഭാവത്തിൽ ഭഗവാൻ ജനിച്ചിട്ട് അവിടെ വരികയാണെങ്കിൽ, ഭഗവാനോട് ശത്രുഭാവത്തിലാണെങ്കിൽ 3 ജന്മം മതി. അതല്ല ഭക്തിമാർഗത്തിലാണെങ്കിൽ ഒരുപാട് ജന്മങ്ങൾ വേണ്ടി വരും. അപ്പോൾ ശത്രുഭാവത്തിൽ 3 ജന്മം എടുത്തിട്ട് അവർക്ക് എത്രയും വേഗം വൈകുണ്ഠത്തിലേക്ക് തിരിച്ചെത്താൻ അനുഗ്രഹം കൊടുക്കണം. എന്നാൽ തൻ്റെ ഭക്തർക്ക് വേണ്ടി ഭഗവാൻ ഒരു പുതിയൊരു യോഗം ഉണ്ടാക്കുകയാണ്, സംരംഭയോഗം എന്ന് പറയും. അതായത് വൈകുണ്ഠത്തിലേക്ക് ഉചിതമല്ലാത്ത കാര്യം പ്രവർത്തിച്ച നിങ്ങൾ 2 പേരും അസുരന്മാരായി തീരാനാണ് ശപിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ശാപം വൈകുണ്ഠത്തിന് ചേരാത്ത പ്രവൃത്തി ആണ്. പക്ഷെ ശപിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കും അത് ബോധ്യമായി ഞങ്ങൾ ചെയ്ത് തെറ്റെന്ന്. അപ്പം സർവജ്ഞനായ ഋഷിമാർക്ക് അവർക്കുണ്ടായ കോപത്തിന് കാരണം അതും ഭഗവാന്റെ പ്രേരണ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഭഗവാൻ പ്രത്യക്ഷനായപ്പോൾ സനകാദികളെ ഭഗവാൻ സ്തുതിച്ചു. സനകാദികൾ ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ മനോഹരനായ ആ വാക്കുകൾ കൊണ്ട് അവരെ പ്രസാദിപ്പിച്ചു, സന്തോഷിപ്പിച്ചു. അതിനുശേഷം ജയവിജയന്മാർക്ക് ശാപമോക്ഷം കൊടുക്കുകയാണ്. അവർക്ക് മറ്റാരും ആശ്രയമില്ല, ഭഗവാൻ മാത്രമേ ആശ്രയമുള്ളൂ. അപ്പം അതുകൊണ്ട് ദൈത്യരായി ജനിക്കുമ്പോൾ അനായാസമായി സ്വീകരിക്കാവുന്ന ഒരു യോഗരീതിയാണ് ശത്രുഭാവം. ആ ഭഗവാൻ അവർക്ക് കൊടുത്തത് സംരംഭയോഗം, അതായത് ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം എന്നൊക്കെ നമ്മൾ പഠിക്കും ഇനി. പക്ഷെ ഇവിടെ ഭഗവാൻ തൻ്റെ ഭക്തർക്ക് വേണ്ടി സംരംഭയോഗം എന്നൊരു യോഗം ഉണ്ടാക്കി ജയവിജയന്മാർക്ക് വേണ്ടിയിട്ട് അവർ കാരുണ്യമൂർത്തിയായ ഭഗവാൻ ഒരു പുതിയ യോഗചര്യ നിർദ്ദേശിക്കുകയാണ്. സംരംഭം കോപത്തെ കുറിക്കുന്നതാണ്. അപ്പോൾ ഭഗവാനെ എതിർക്കുന്ന യോഗം അതാണത്. 3 ജന്മങ്ങളിൽ ഭഗവാനെ എതിർത്ത് ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നർത്ഥം. അങ്ങനെ ജയവിജയന്മാർ അനുചിതമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഭാഗവതത്തിൽ പറയുന്നു, മുൻപൊരവസരത്തിലെ ഭഗവാന്റെ ജീവചൈതന്യമായ മഹാലക്ഷ്മിയെ തന്നെ അവർ വാദിക്കൽ തടഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അന്ന് ദേവിയെ അത് ദേഷ്യപ്പെടുത്തി, കോപം വരുത്തി. അപ്പോൾ ദേവിയുടെ കോപവും അവരെ ആപത്തിലേക്ക് നയിച്ചു എന്ന് ഭാഗവതത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ 7, 8, 9, 10 ശ്ലോകം വരെ എടുക്കാം. ഇന്ന് 6ാമത്തെ ശ്ലോകം വരെ എടുത്തിട്ട് എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം, നന്നായി വായിക്കാൻ പഠിക്കണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.